ഇന്ന് എൻ്റെ കൂടെ ചിറ്റ്ചാറ്റിലുള്ള തുഫയിലാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ അടുത്ത സമയത്ത് ഈ കേരളത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സതീശന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, അതേപോലെ തന്നെ കെ സി വേണുഗോപാലിനെ ലിഞ്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റിക്കൂടുന്നാടത്തി കെ സി കുഴൽനാടൻ MLA പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം അവരുടെ കാര്യം, അത് ലീഗല്ല തീരുമാനിക്കുന്നത്. അതേപോലെ സന്ദീപ് വാര്യർക്കെതിരെ. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇതിനെപ്പറ്റിയാണ് തുഫൈലുമായിട്ട് സംസാരിക്കുന്നത്. തുഫൈൽ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? നമസ്കാരം സർ. ഇപ്പൊ നമ്മൾ ഇലക്ഷന് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇത്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ അകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു എലമെന്റ് കയറി വരുന്നതും ലീഗിന് അതിനെ തടുക്കാൻ പറ്റാത്തത്, അത് ലീഗിന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് നമ്മൾ പറയുണ്ടായി. അത് സെയിം സാധനം സംഭവിച്ചു. മുസ്ലിമിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഇപ്പൊ ലീഗിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ലീഗല്ല, അത് VD സതീശൻ അതിനെ വെള്ള പൂശി കൊടുക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞോടുകൂടിയും പിന്നെ വെള്ളാപ്പള്ളിക്കെതിരെ സതീശൻ വളരെ സാധാരണ ഒരു കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്ന ഒരു വിമർശനമുണ്ട്, വെള്ളാപ്പള്ളി പറയുന്നതിൽ ഒരു വർഗീയതയുടെ എലമെന്റ് എന്ന് ഞങ്ങൾ എതിർക്കുന്നു എന്ന്. പക്ഷെ വെള്ളാപ്പള്ളി ഒരു പിന്നാക്ക സമുദായ നേതാവുള്ള രീതിക്ക് കടന്നാക്രമിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ VD സതീശൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അതേ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുകയായിരുന്നു. ഈ രണ്ട് സംഭവം വന്നതുകൂടി എന്തായി, VD സതീശനെ തോളിലേറ്റി കൊണ്ടു നടക്കുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ അവര് മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറി ഏകദേശം ഹൈജാക്ക് ചെയ്തതുപോലെ UDF ഹൈജാക്ക് ചെയ്യുന്നതിൽ പീക്കിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ആ സംഭവമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. VD സതീശന് സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത്, അദ്ദേഹം അതിന്റെ ബേസ് ബിൽഡ് ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ടിലാണ്. അതിന്റെ കൂടെ ഈ പറയുന്ന അപൊളിറ്റിക്കൽ ആളുകൾ, അരാഷ്ട്രീയവാദികൾ, അവർ ചേർന്നു. സമൂഹത്തിൽ നമ്മൾ കണ്ട വിജയന്റെ റിസൾട്ട് എന്താണോ അതേ സാധനമാണ് കേരളത്തിൽ സതീശനിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ഹാൻഡിലോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോ ലീഡേഴ്സിനോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളിടത്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവമുണ്ട്. ഈ കമൻറ്റുകൾ ഇടുവാണെങ്കിലും ഏതെങ്കിലും സാറ്റലൈറ്റ് ഏതെങ്കിലും വീഡിയോ വരുവാണെങ്കിലും അപ്പം അതിനകത്തൊക്കെ ഈ സതീശനെ അനുകൂലിക്കുന്ന, ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ പറയുന്ന പ്രകടനം നടത്തിയതെല്ലാം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. പിന്നെ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ക്രിസ്ത്യൻ പേരുകളുമുണ്ട്. കാരണം ഈ ഫേക്ക് പേരുകളൊക്കെ നോക്കി വെച്ചിരിക്കുന്ന പേരുകളാണ്. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇന്ന് ഈ ഏറ്റവും കൂടുതൽ സതീശന് അനുകൂലമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ജിഹാദി വൽക്കരണത്തിന്റെ ഭാഗമായിരിക്കും. തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്സിലേക്ക് നമ്മൾ അന്ന് പറയുണ്ടായി, ഈ പൊളിറ്റിക്സിലേക്ക് വഴഞ്ഞു കയറാണ് കേരളത്തിൽ അവരുടെ ഫസ്റ്റ്. അവർ ഒരു കാഡറിനെ ഇറക്കിയത്, അത് ഇന്ന പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിയിലേക്കും നുഴഞ്ഞു കയറിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാഡർ കേരള പൊളിറ്റിക്സിലേക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ആയുള്ള ഇത് ഇലക്ഷനാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും ഉണ്ടായത്. അതുകൊണ്ടാണ് കൺവെൻഷണൽ രീതിയിലല്ല ആളുകൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തതെന്ന് നമ്മൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, LDF ഇതുപോലൊരു പരാജയം ഉണ്ടാവുമെന്നോ UDF ഇത്ര മേൽക്കൈ ഉണ്ടാവുമെന്നോ നമ്മൾ ആരും പ്രതീക്ഷയല്ല, അവർ പോലും പ്രതീക്ഷയല്ല. അതുണ്ടായത് ആദ്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊളിറ്റിസൈസ് ചെയ്തിട്ടു, പൊളിറ്റിക്കൽ വോട്ട് വന്നു. സാധാരണ അതിൽ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും വ്യക്തി കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊളിറ്റിസൈസ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് നേരാമണ്ണം മത്സരിക്കുകയായിരുന്നെങ്കിൽ UDF ഒരു വേഫർ തിങ് മെജോറിറ്റിയിൽ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ആളുകളൊരു ഭരണമാറ്റ വികാരവും പിന്നെ പിണറായിയുടെ ഒരു ശൈലിയോടുള്ള ഒരു എതിർപ്പും പിന്നെ CPM അകത്തൊരു ഇന്റേണൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂരല്ല. ഈ 3 ഫാക്ടേഴ്സ് ആണ് വർക്ക് ചെയ്തത്. പക്ഷെ ഇന്റേണൽ ഫാക്ടർ പോലും ഇത്രയും എന്തില്ല മാനിഫെസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബേസിൽ കോൺഗ്രസ് ഒരു അടിത്തറ പാകിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. സതീശൻ അതിനെ തിരിച്ചറിയുകയും അതിനെ ടാപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതിലേക്ക് പിന്നീട് പൊളിറ്റിക്കൽ വോട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. നീ പറയുന്ന ബേസ്ലെസ് ആണ്. പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടാണ് കോൺഗ്രസ് ഇത്ര സീറ്റ് കിട്ടിയത്, ഏകദേശം 102 സീറ്റ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇതിനകത്തുണ്ടായേക്കുന്നത് ഈ ഇലക്ഷന് ശേഷമാണ് ഇതുണ്ടായേക്കുന്നത്, ഇലക്ഷന് മുമ്പല്ല. ഇലക്ഷന് മുമ്പേ അതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി സാറ് ബഡ്ജറ്റിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇലക്ഷന് ശേഷമുള്ള സംഗതി ഞാൻ പറയാം. ഇലക്ഷന് ശേഷം സാറ് പറഞ്ഞ ഈ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗിനകത്തേക്ക് ഇത് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്, മുസ്ലിം ലീഗിൽ പെൺകുട്ടികൾ വഴിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ചേർന്നത്. ഹരിത എന്നൊരു സംഘടന അവരുടെ സ്വാധീനത്തിൽ ഉണ്ടാക്കി അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ തന്നെ ഷാഫി പറമ്പിൽ എങ്ങനെയാണോ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു പോസ്റ്റർ ബോയ് കൊണ്ടുപോയത്, അതുപോലെ വടകരയിൽ ഫാത്തിമ തയ്യെ വടകരയിൽ കൊണ്ടുപോയി നിർത്തും എന്നുള്ളത് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്.
കാരണം അവരുടെ മുസ്ലിം ഏകീകരണത്തിന്റെ മലബാറിലെ മൊത്തം സെന്റർ ആയിട്ട് അവർ കണ്ടത് വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയാണ്. അപ്പൊ ആ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഫാത്തിമ തയ്യെ പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോസ്റ്ററുകളിനെ കൊണ്ട് ഇറക്കും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. അതേപോലെ അവിടെ ഇറക്കി. അപ്പൊ ഈ തഹ്ലിയയുടെ സംഭവത്തിൽ തന്നെ നമ്മൾ നോക്കുക, തഹ്ലിയക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രങ്ങാനും ഫേക്ക് ഐഡിയകൾ സാറിന് കാണാൻ പറ്റും ഫേസ്ബുക്കിൽ. അരവിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ നെയിമിലുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മോഡസ് ഓപ്പറാൻഡയാണ്. അതായത് അവർ ഇത്തരത്തിലുള്ള അവരുടെ മീഡിയ വന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഹിന്ദു ക്രിസ്ത്യൻ ആളുകളൊക്കെ അവർ വെക്കും ഇതിനു വേണ്ടി, അവരുടെ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സാധനം അവർ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒത്തിരി ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഏജൻസികൾ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പൊ അതിന്റെ പോയാലെ പിന്നെ ഈ പറയുന്ന പോലെ അരാഷ്ട്രീയവാദികളും മറ്റുള്ളവർ ചേരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോട് പ്രശ്നം ഉണ്ടായിരിക്കും. അതൊക്കെ അത് പറയേണ്ട ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഈ നടക്കുന്ന ഇതേ സതീശന് അനുകൂലമായിട്ട് പ്രകടനം നടക്കുന്നു, അതേപോലെ സോഷ്യൽ മീഡിയയിൽ KCയെ ലിഞ്ച് ചെയ്യുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയെ ആരാണ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ഇതാണ് എൻ്റെ ചോദ്യം. അതിനാണ് ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ക്ലബ് ചെയ്യരുത്. ഇലക്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റി പിണറായിയാണ്, അല്ലാതെ അതിനകത്ത് വേറെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഏറ്റവും ശക്തമായ രീതിയിൽ വന്നു. ഈ പറയുന്ന സതീഷ് എന്ന് പറയുന്ന VD സതീശനാണ് ഇതെല്ലാം നയിച്ചത്, നയിച്ചത് എന്ന് പറയുന്നതിനും ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കും. എന്താണ് ചോദ്യം? ഇല്ല, സതീശനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റേതായിട്ടുള്ളൊരു ശൈലിയും അതിന്റെ ഒരു വോട്ടും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇത് കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറുന്ന അരാഷ്ട്രീയവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ആണ് എന്നുള്ളതാണ് എന്റെ ഇത്. അത് ഇലക്ഷൻ മുമ്പേ തുടങ്ങി വെച്ചു എന്നൊരു പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. അത് സതീശൻ തന്ത്രപൂർവ്വം ചെയ്തതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, സതീശൻ പടം നയിച്ചതിന് ഞാൻ സതീഷിനെതിരായിട്ട് പറയുന്നതല്ല. അദ്ദേഹത്തിന്റേതായ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്, ഹരിത MLA അങ്ങനെയൊക്കെ വന്നിട്ട്. പക്ഷെ സതീഷിനോട് കളിച്ചൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും അതിൽ പെട്ടുപോയി. നമുക്കറിയാലോ, ഇപ്പൊ പ്രശാന്ത് കിഷോർ ഒക്കെ പറയുന്ന ഒരു സ്ട്രാറ്റജി എന്താ വെച്ചാൽ വൺ ലീഡർ വൺ മെസ്സേജ് വൺ മെസ്സഞ്ചർ എന്നുള്ളതാണ്. അപ്പൊ ഒരു ലീഡറെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെ. അപ്പൊ ഇതിൽ പിണറായിയൊക്കെ എങ്ങനെ വന്നോ, അല്ലെങ്കിൽ മോദി എങ്ങനെ വന്നോ, ഒബാമയുടെ സമയത്ത് അത് തുടങ്ങുന്നത് ഈ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി. ആ രീതിക്ക് സതീശൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്തത്. സത്യത്തിൽ സതീശൻ ഒരു പ്രതിപക്ഷ നേതാവുള്ള രീതിക്ക് ചെയ്യേണ്ട വർക്കായിരുന്നു ഇതൊന്നും ഒരു സംശയമുണ്ട്. KPCC പ്രസിഡന്റ് അല്ലേ ഇത്തരത്തിൽ പാർട്ടിയുടെ സോഷ്യൽ ഇഷ്യൂസ് പറയേണ്ടതും പാർട്ടി നയങ്ങൾ പറയേണ്ടതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ടതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏകീകരണങ്ങൾ നടത്തേണ്ടതെല്ലാം. ഇത് സതീശൻ നേരെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വർക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയുള്ള സമയത്ത് പിന്നെയും ഒത്തിരി കറപ്ഷൻ ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ റേസ് ചെയ്ത്, ഇല്ലെങ്കിൽ അസംബ്ലിയിൽ അത്തരം കാര്യങ്ങളൊക്കെ റേസ് ചെയ്യുന്നത്. സതീശനുള്ള സമയത്ത് അസംബ്ലിയിൽ പലതും വെട്ടിച്ചുരുക്കുക ചെയ്യുന്നത്, പലപ്പോഴും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുക ചെയ്തു. നല്ലൊരു ഡിബേറ്റ് അസംബ്ലിയിൽ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹം ഇതിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇതിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിലെയും അരാഷ്ട്രീയവാദികളെയും സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചു. അത് ഇലക്ഷന് ശേഷം കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ. അവിടെ നിർത്താം, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയെക്കാൾ ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്ത സതീശൻ തന്നെയാണ്. ചുമ്മാ ഈ ഷാഫി പറമ്പിൽ ഇതൊക്കെ അസംബ്ലി പെർഫോമൻസ് അതാണെന്ന് ഞാൻ പറയില്ല. അസംബ്ലിയിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനും ബേസിക്കലി അയാൾ ഒരു കേപ്പബിൾ അല്ല, ഡെപ്തുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഫെയിലിയർ ആയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രമേശിനെ മാറ്റിയത്. കാരണം രമേശ് ഫെയിലിയർ അല്ല, രമേശിന് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം രമേശ് അസംബ്ലിയിൽ ഫെയിലിയർ ആണ്, പബ്ലിക്കിലും ഫെയിലിയർ. KPCC പ്രസിഡന്റിന്റെ റോളുണ്ട്. സുധാകരൻ എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചു, പിന്നെ അയാൾക്ക് ഓർമ്മയും ബോധമൊന്നും ഇല്ലാതായി. സണ്ണി ജോസഫ് വരുന്നു. അപ്പം രണ്ട് KPCCയുടെ പ്രസിഡന്റിന്റെ റോള് ബേസിക്കലി എടുക്കാൻ ആളില്ലാതായി. അതാണ് സതീശന്റെ തലയിലോട്ട് വന്നത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സതീശനത് ചെയ്ത് അദ്ദേഹത്തിന് തയ്ച്ചു, അതൊക്കെ തെറ്റായ പ്രിയറ്റീവ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരാൾക്കെതിരെ ടാർഗറ്റ് സതീശന് എപ്പോഴാണ് പ്രോമിനൻസ് കിട്ടിയെന്ന് നമ്മൾ നോക്കാം. നേരത്തെ സുധാകരനാണ് ഈ 2021 ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു തിരിച്ചടി ഉണ്ടായി. രമേശിക്ക് ആ പറഞ്ഞ പോലെ ഭരണത്തിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അതുപോലെ അപ്പോൾ പോലും രമേശിക്ക് ഒരു പ്രോമിനൻസ് പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സതീശനെ ഉയർത്തിക്കാട്ടൊരു വൺ ലീഡർ എന്ന രീതിയിലേക്ക് രമേശ് അന്ന് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് വേറൊരു കാര്യം. ഞാനിപ്പോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, സതീശന് പ്രോമിനൻസ് കിട്ടിയത്, സുധാകരനാണ് പ്രോമിനൻസ് കിട്ടിയത് 2021 ശേഷം. അദ്ദേഹമാണ് സെമി കേഡർ ആയിട്ട് കോൺഗ്രസിനെ മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിനെ റീഅനലൈസ് ചെയ്തത്. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സമയത്ത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ സീനിയോറിറ്റി തലയെടുപ്പുള്ള നേതാവല്ലേ, കോൺഗ്രസിനകത്ത് വളരെ അറിയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നു. MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. പുള്ളിക്ക് ചാൻസ് കിട്ടിയിരിക്കും.
അതിനുശേഷം കെ സുധാകരൻ വരുന്നു, ചാൻസ് കിട്ടിയില്ല. ഇത് അവിടെ അല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞ യഥാർത്ഥ ഇഷ്യൂ അതൊന്നും അല്ല. ഇഷ്യൂ എന്ന് പറയുന്നത് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ സാറിന് ഫസ്റ്റ് ചോദ്യത്തിലേക്കുള്ള ഉത്തരമാണ് കൊണ്ടുവരുന്നത്. അതായത് സതീശനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എവിടുന്നാണ് ഈ പറയുന്ന ഒരു അപ്രൈസിങ് വരുന്നത് എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് സതീശനാ കൃത്യമായിട്ടുള്ള എഡ്ജ് കിട്ടിയത് 2021 ഇലക്ഷന് ശേഷം സുധാകരനാണ് സത്യത്തിൽ പാർട്ടി കാഡറിനെ റീ എനർജൈസ് ചെയ്തത്, സെമി കാഡർ പറഞ്ഞു. സതീശൻ ആ സമയത്തൊന്നും കാര്യമായിട്ട് റോളൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പോഴും സതീശൻ അപ്പോഴും സുധാകരനായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പത്രസമ്മേളനത്തിൽ അവർ തമ്മിൽ പരസ്പരം സുധാകരൻ സതീശൻ തെറി വിളിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം പോലും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത്തരം രീതിയിലെ പോയിക്കൊണ്ടിരുന്നത്. സതീശന് കൃത്യമായിട്ട് എഡ്ജ് കിട്ടി. സതീശൻ എപ്പോഴാണോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ, അത് കോൺഗ്രസ് ഐഡിയോളജിയിൽ നിന്ന് പോലും ഡീവിയേറ്റ് ആയിട്ടുള്ള സംഗതിയാണെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഐഡിയോളജിയിൽ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയില്ല. കാരണം രാഹുൽ ഗാന്ധി ഫ്രാൻസിൽ എവിടെയാണ് വെച്ചിട്ട് വിദേശ പര്യടനത്തിൽ പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് വിദേശ ജേർണലിസ്റ്റ് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് RSSന് അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡ് പോലെയാണെന്നാണ് പറയുന്നത്. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിക്കൽ സിബ്ലിംഗ് ആണ്. രാഹുൽ ഗാന്ധി ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളഭൂഷണ നടപടിയിലേക്ക് കടക്കില്ല. എന്നാൽ സതീശൻ അത് കടക്കാൻ തയ്യാറായി. അതുപോലെ വെള്ളാപ്പള്ളി പറയുന്നതിൽ വർഗീയതയുടെ എലമെന്റ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരാരും വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കാൻ നിന്നിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പിന്നാക്ക സമുദായ നേതാവാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് OBC രാഷ്ട്രീയമാണ് ദേശീയ തലത്തില്. സതീശൻ അതിനെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും അരാഷ്ട്രീയവാദികളുടെയും ലാംഗ്വേജിലേക്ക് അതിനെ കൊണ്ടുപോയി. അപ്പൊ ഈ സമയത്ത് ഇത് സതീശൻ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു എഡ്ജാണ് ഓൺലൈൻ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഓഫ്ലൈൻ ക്യാമ്പസിനേക്കാളും ക്യാമ്പയിൻ നെറേറ്റീവ് സെറ്റ് ചെയ്തതും എഡ്ജ് കിട്ടിയതും ഓൺലൈൻ ക്യാമ്പയിനുകൾക്കാണ്. അത് ഗ്രൗണ്ടിലല്ല അതിന്റെ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഫേക്ക് ഐഡിയകളും സാധനങ്ങളെല്ലാം. ഇലക്ഷൻ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു, ഡെമോക്രസി എങ്ങനെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട സാധനമാണിത്. തമിഴ്നാട്ടിൽ സംഭവിച്ചതാണ്. ഇത് കോൺഗ്രസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഹൈക്കമാൻഡ് ഇതിൽ മർക്കട മുഷ്ടിയോടുകൂടി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവിടെ സതീശനല്ല വിജയിക്കുക, കോൺഗ്രസ് രാഷ്ട്രീയത്തെ മറ്റെന്തൊക്കെയോ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സതീശനുള്ള നേതാവിനെ കുറിച്ച് ഞാൻ പറയുന്നതല്ല. അപ്പൊ നീ വിശ്വസിക്കുന്നത് സതീശനെ ഈ സുഡാപ്പികളും ഈ പറയുന്ന മഹ്മൂദികളും ഹൈജാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്? 100% അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കംപ്ലീറ്റ് ബേസ് ചെയ്തിട്ടുള്ളത് അതേ പറഞ്ഞു. കോൺഗ്രസിന് വിജയം, സാറ് പറഞ്ഞ പോലെ കോൺഗ്രസിന് വിജയം ഉണ്ടാവുമായിരിക്കും, UDF വിജയം ഉണ്ടായിരിക്കും ഈ വിഷയത്തില്. പക്ഷെ ആ വിജയത്തിന് വേണ്ടിയിട്ട് സതീശൻ തലയിൽ കയറ്റി വെച്ച ആളുകളാണ് ഈ പറയുന്ന അരാഷ്ട്രീയവാദികളും മൗദൂദികളും എന്ന് നമ്മൾ വിളിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും. അവരുടെ പേരിൽ ഏന്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പം ഈ സതീശൻ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുക. അവരാണ് സമൂഹത്തിൽ അതിൽ കുറച്ച് കോൺഗ്രസ്സുകാരും പെറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കോൺഗ്രസിന് നല്ലറിയാം, പിന്നെ ഒരു പ്രൊസീജിയർ ഇല്ലേ, MLA ലെജിസ്ലേറ്റീവ് പാർട്ടി. ഞാൻ സാറിന് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു. MLA ലെജിസ്ലേറ്റീവ് പാർട്ടി രൂപീകരിച്ച് അവരാണ് ആര് മുഖ്യമന്ത്രിയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ അവരൊരു റെസഷൻ പാസ്സാക്കിയിട്ട് ഹൈക്കമാൻഡിനെ അത് ഏൽപ്പിക്കും. ഈ പ്രൊസീജിയറിൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ വളരെയധികം ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു സംഗതിയാണ്, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡ്യൂട്ടിയും അതാണ്. അതിനെപ്പോലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഇത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഇത് കോൺഗ്രസിന് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നത്? കാരണം ഓൾറെഡി നമുക്കറിയാം മുസ്ലിം ലീഗിനെ ഇത്തരം അരാഷ്ട്രീയവാദികളും മുസ്ലിംസിന്റെ ഇടയിലുള്ള അരാഷ്ട്രീയവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹൈജാക്ക് ചെയ്തു. കോൺഗ്രസിനെയും ഇതേ ഹൈജാക്കിംഗ് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സതീശന്റെ പോലും കയ്യിൽ നിൽക്കില്ല. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മറ്റെവിടേക്കോ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും. അത് കേരളത്തിലുള്ള മൊത്തം സംഗതികൾ സോഷ്യൽ ഫാബ്രിക്കിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇപ്പൊ ഇത്രയും വലിയ ഒരു അഡമന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കംപ്ലീറ്റ് സോഷ്യൽ ഫാബ്രിക്കിനെ അത് കീറി മുറിക്കുകയും പൊളിച്ചെഴുതാൻ ചെയ്യുന്ന ഒരു സംഭവങ്ങളായിട്ട് മാറും. അത് കേരളം ഭയങ്കര ജാഗ്രതയോടുകൂടി കാണാണ്. ഇതാണ് ഇലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.